ഒന്നും ചെയ്യൊന്നുമില്ല. നിങ്ങൾ തൊട്ടാലും ഒന്നും ചെയ്യൊന്നുമില്ല. ഞാൻ തൊട്ടട്ടെ? ധൈര്യമായിട്ട് തൊട്ടോ. എന്റെ കൊമ്പലും തൊടർന്ന ഒരു ആഗ്രഹം. ജിമ്മിന് പോണ ആൾക്കാരുടെ പോലെ. കുഞ്ഞുട്ടാ കുഞ്ഞുട്ടന്ന് പേരിട്ടിട്ടുണ്ട്. എത്ര നാടൻ പശുക്കളുണ്ട് ചേട്ടന്? ഇപ്പൊ മറ്റേ കാളക്കടാവ് ഉൾപ്പെടെ 13 ഉണ്ട്. 13 ഉണ്ടോ? ഒന്നിച്ചടിച്ചിട്ടുണ്ട്. ഈ കൊമ്പ് ഇനിയും വലുതാവാണ്ട്. കൊമ്പ് വലുതായാലാണ് ആളും നല്ല ഹൈറ്റിലേക്ക് അങ്ങനെ പൊക്കം നിനക്ക് തന്നു തന്നെ അവിടെ കൊടുത്തേ. 13 പശുക്കളെ അറവുശാലയിൽ നിന്ന് രക്ഷിച്ച ഒരാളെയായിട്ട് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ആളുടെ പേര് പ്രദീപ് എന്നാണ്. ഇവിടെ വിവിധ ഇനം പശുക്കളുണ്ട്. അപ്പൊ ഇതിന്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പൊ ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. പേരൊക്കെ ഉണ്ട് ചേട്ടാ? ഇത് മാളു. മാളു എന്നാണ് പേര്. ഇതിപ്പോ എന്താ കൊടുക്കണേ? ഇത് പച്ചക്കറിയുടെ എല്ലാണോ? പച്ചക്കറി വേസ്റ്റ്. ഇതിപ്പോ ഇവിടെ അടുത്തൊരു അമ്പലത്തില് സദ്യ ഉണ്ടായിരുന്നു. എല്ലാം നല്ല സാധനങ്ങളാ. പച്ചക്കറി കളയാൻ ഇത്രയും സാധനം കളയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും. വേസ്റ്റ് നമ്മള് മറ്റേ ജൈവവളം ആക്കണമെന്നുണ്ടെങ്കിൽ ഇതാകുമ്പോ ഒരു തിന്നോളും. ഒന്നും ചെയ്യൊന്നുമില്ല. നിങ്ങൾ തൊട്ടാലും ഒന്നും ചെയ്യൊന്നുമില്ല. ഞാൻ തൊട്ടട്ടെ? ധൈര്യമായിട്ട് തൊട്ടോ. എന്റെ കൊമ്പലും തൊടർന്ന ഒരു ആഗ്രഹം. പേടിയാണ് ആൾക്ക്. ഭയങ്കര പേടിയാണ്. ഇത് കൊമ്പ് നല്ല അടിപൊളി കൊമ്പാട്ടോ. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ കൊമ്പാണ്. ഈ കാങ്കരേജ് എത്രത്തോളം പ്രായമുണ്ട്? ഇതിപ്പോ 2.5 വയസ്സാവണു. 2.5 വയസ്സാവുന്നു. ഇപ്പൊ എവിടുന്ന് കിട്ടിയതിനെ? ഇതിനെ ഈ ഫാം പാലക്കാട് ഒരു ഫാം മൊത്തത്തിൽ മേടിക്കുന്ന ടീമുണ്ട് മഞ്ഞപ്പുറം. അപ്പൊ അവരുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്നാണ്. അപ്പൊ ഇതിനെ അറക്കാൻ വേണ്ടിട്ട് വേറെ ഇതിനാരും ഈ കൊമ്പ് ഇത് കണ്ടപ്പോ കാളയാണെന്നൊരു സംശയമായിട്ട് ആരും ഈ പശുക്കളെ വളർത്തുന്ന ഫാമാരൊന്നും കൊണ്ടുപോയില്ല. അപ്പൊ ഇത് മാത്രം ഇങ്ങനെ ലാസ്റ്റ് വന്നു. അപ്പൊ അങ്ങനെ കിട്ടിയതാ. അപ്പൊ അങ്ങനെ ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഞാനപ്പോ ഈ ഫാം നടത്താൻ 2-3 പേർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ കാങ്കറേജോ കാങ്കായോ അങ്ങനെ വെറൈറ്റി ഇതൊക്കെ വരാണെങ്കിൽ പറയണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നപ്പോ അവർ പറഞ്ഞു ചേട്ടാ അന്ന് കാണിച്ച ഫോട്ടോയില് പേടിക്കണ്ട. അങ്ങനെ ഫോട്ടോയിൽ വന്നപ്പോ അങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി നോക്കിയതാ. പോയി അന്ന് തന്നെ കൊണ്ടുവന്നു. കൊണ്ടുവന്നതിന്റെ അന്ന് തന്നെ വീടിന്റെ അടുത്തുള്ള ഒരു കിണറ്റി ചാടി അവിടെ നിന്ന് പിടിച്ച് പൊക്കി കയറ്റി. ഭയങ്കര പേടിയാ. ചെറുപ്പത്തില് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് നല്ലോണം ഇണങ്ങും അല്ലേ. പിന്നെ ഈ മൂക്കേറൊക്കെ ആകെ ഇതായിരുന്നു. ഇപ്പോഴും അത് കറക്റ്റ് ആയിട്ടില്ല. ഒരുവിധമായി വരണുള്ളൂ. ഈ കൊമ്പൊന്നും ഒരു വിഷയമല്ല. കൊമ്പും അല്ലെങ്കിൽ ചെവിയോ തലയോ ഒന്നും വിഷയമല്ല. പേടിയാണ്. ഭയങ്കര പേടിയാ. എന്ന് പറഞ്ഞാൽ സാധാരണ പശുവിന്റെ അകട്ടിലൊന്നും തൊടാനും സമ്മതിക്കില്ല. ഇതൊന്നും കുഴപ്പമില്ല. ഒരു വിഷയമല്ല. ആള് ഫ്രണ്ട്ലിയാണ്. പക്ഷെ പേടി ഭയങ്കര പേടിയാ. പേടിച്ചിട്ട് മനുഷ്യ അടുപ്പിക്കുന്നില്ല. പക്ഷെ നമുക്ക് അതുപോലെ താടയൊക്കെ കണ്ടോ നല്ല അടിപൊളിയാ. പിന്നെ ഇതിലും വലിപ്പം ഭയങ്കര ഫ്രണ്ട്ലിയാ. കാണാനുള്ള പണ്ടത്തെ വണ്ടിക്കാളെയാണ് ശരിക്കും. മറ്റേ ചുമട്ടൊക്കെ എടുക്കാൻ ഭയങ്കര ഹെൽത്തിയാ ഒരാള്. പാല് കുറവായിരിക്കും. ഒരു 6 ലിറ്റർ പാലൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ പാല് നല്ല പാലായിരിക്കും. പിന്നെ ഇതിന്റെ സെമനൂടെ കിട്ടാണ്ട്. അപ്പൊ കുത്തി വെച്ചിട്ടുണ്ട്. ആണോന്ന് അറിയില്ല. അവിടെ എത്ര രൂപ അന്നേരം വാങ്ങിച്ചേ? നമ്മള് മേടിച്ചത് നിസ്സാര പൈസക്ക് മേടിച്ചത്. അതായത് അറക്കാൻ കൊണ്ടുപോണ വില എന്നുള്ള രീതിയിൽ 34,000 രൂപയ്ക്ക് മേടിച്ചതാ. കാങ്കറേന്റെ ഒരു കിടാവിന് ചെറിയ, അതായത് ഇപ്പൊ ഈ പോത്തിനേക്കാളും ചെറിയ കിടാവിന് കൊടുക്കണം 40 രൂപ 45 രൂപ. നമ്മള് കോയമ്പത്തൂർ ഒരു രുദ്ര ഫാംസ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഞങ്ങൾ നോക്കിയതാ. അപ്പൊ ചെറിയ ഇത്രയും ഭംഗിയൊന്നുമില്ല, ഇത്രയും വലിപ്പമില്ല, ഇത്രയും നമ്മൾ ഉദ്ദേശിക്കുന്ന കളറോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിന് വരെ ഈ പറഞ്ഞ പോലെ ഭയങ്കര പൈസ പറയണേ. ഭയങ്കര പൈസയാണ്. ഇത് കൊമ്പ് മേലെ പിന്നെ തട്ടിയാൽ ഈച്ചെന്ന് വന്നാൽ തന്നെ നമ്മളെ മേത്തൊന്നും മുട്ടൊന്നുമില്ല. കാണുമ്പോ പേടിയാവും. പോകുന്നുള്ളൊരു പേടിയുണ്ടോ? പക്ഷെ ആള് പാവാണ്. പിന്നെ കുത്തി വെച്ചിട്ടുണ്ട്. കൊണ്ടുവന്നപ്പോ ആ ഫാമുകാര് പറഞ്ഞത് കുത്തി വെച്ചിട്ടാണ് അവിടെ നിന്ന് കൊണ്ടുവന്നത്. ഇതിനെ മേടിച്ച പാലക്കാട് നിന്ന് കൊണ്ടുവന്നവരെ. അപ്പൊ അവരൊരു ഫോറിൻ ടീം ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു ഫാം തുടങ്ങിയതാണ്. പക്ഷെ അത് വമ്പൻ ലോസായി പോയി. നിർത്തി അവർ തിരിച്ച് ഗൾഫിലേക്ക്. അപ്പൊ അവര് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടന് ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ ഉണ്ടാകും. അപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായില്ല. എന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ജനുവരിയിൽ കുത്തിയതാണ്. ഈ ഒരു ബ്രീഡിനെ തന്നെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതെന്താ കാരണം? ഇത് നമ്മുടെ ഇവിടെ റയറാണ്. ഇതിനങ്ങനെ ആരും വളർത്താൻ ഒന്നാമത്തെ കാര്യം കാളയുടെ പോലെ ഇരിക്കുന്ന കാരണം എല്ലാവർക്കും പേടിയാണ്. കയറുമോ ഒന്നും അങ്ങനെയൊന്നുമില്ല. ഞാനപ്പോ ഇതിന്റെ ഫോട്ടോസും ഇതിന്റെ വീഡിയോസൊക്കെ കണ്ടാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു 85% ക്വാളിറ്റി ഉണ്ട് ഇതിന്. അത്യാവശ്യം ഈ ഹമ്പ് ഉണ്ടാവും. അതുപോലെ ഇത് ഇങ്ങനെ ചന്ദ്രക്കല പോലെ വരണം എന്ന് പറഞ്ഞേ. ഒരു ഹാഫ് ചന്ദ്രക്കല പോലെ വരണം. പിന്നെ ഈ രണ്ട് ഷെയ്ഡ് ഉണ്ട്, സിംഗിൾ ഷെയ്ഡ് ഉണ്ട്. ഒറ്റ കളറായിട്ടുള്ളതുണ്ട്, പ്യൂർ ബ്ലാക്ക് ഉണ്ട്. ഇത് ബ്ലാക്ക് ആൻഡ് എന്ന് പറയും. ഒരു പകുതി വശം ബ്ലാക്ക് ആയിട്ടും ബാക്കി വശം ഈ പറഞ്ഞ പോലെ വൈറ്റ് ആയിട്ടും. ശരിക്കും നാടൻ പശുവിനെ മാത്രം തിരഞ്ഞെടുക്കാനുള്ള എന്താ കാരണം? അസുഖങ്ങളില്ല. പിന്നെ നമുക്ക് കെട്ടാനുള്ള സ്ഥലം കുറവാണ്. അപ്പൊ പുറത്തായാലും മഴയത്തായാലും വെയിലത്തായാലും അവർക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ മരുന്ന് 6 മാസം കൂടുമ്പോൾ കൊടുക്കും. അത്രേ ഉള്ളൂ.
പിന്നെ അത്യാവശ്യം പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹോട്ടലിലെ വേസ്റ്റ് ഉണ്ടല്ലോ, ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മള് വരുമ്പോ കൊണ്ടുവരും. വൈകുന്നേരം കൊടുക്കാറ്, ഒരു നേരം വെള്ളം കൊടുക്കും. പ്രസവിച്ച് കഴിഞ്ഞാൽ ഞാൻ കപ്പലണ്ടി കൊപ്ര, തിരിയോക്ക, മറ്റേ ചോളത്തവിട്, തവിട് ഐറ്റംസ് കൊടുക്കാറുള്ളൂ. മറ്റേ കാലിത്തീറ്റ എന്ന് പറഞ്ഞ പെല്ലറ്റ് ഐറ്റംസ് ഒന്നും കൊടുക്കാറില്ല. അതാകുമ്പോൾ നമുക്ക് നല്ല പാല് കിട്ടും. പിന്നെ അത്യാവശ്യക്കാർ ഞാൻ 120 രൂപയ്ക്ക് പാല് കൊടുക്കണേ. അങ്ങനെ നിർബന്ധിച്ച് ആർക്കും ഇങ്ങനെ കൊടുക്കാനൊന്നും പറയാറില്ല. ആരെങ്കിലും വന്ന് ഇങ്ങനെ അത്യാവശ്യത്തിന് പിള്ളേർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ളവർക്കൊക്കെ ഒന്ന് മേടിക്കാറുണ്ട്. അപ്പം മേടിക്കുമ്പോൾ 120 രൂപ വെച്ച് മേടിക്കും. ഇതിപ്പോ 2.5 അതിന്റെ തന്നെ പ്രായം ഉണ്ടാവും. ഇത് ആദ്യം ഉണ്ടായിരുന്ന ഗിറിന്റെ മൂക്കേറുള്ള വലിയ വിഷയമാണ്. വേറൊരാളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മള് ചെയ്താൽ പിന്നെ നമ്മുടെ അടുത്തേക്ക് നിങ്ങൾ വരില്ല. കാങ്കയത്തിന്റെ കടാവാ, കാളക്കടാവാ. കുഴൽമന്നത്ത് നിന്ന് മേടിച്ചതാ. കുഴൽമന്നം. കാളക്കുട്ടി എന്താ വളർത്താൻ കാരണം? ഇത് ഈ പറഞ്ഞ പോലെ കാങ്കയം ഈ തമിഴ്നാട്ടുകാരുടെ ഏറ്റവും വണ്ടികളിലൊക്കെ അവരുടെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മറ്റേ നാഷണൽ പെർമിറ്റ് വണ്ടിയിലൊക്കെ ഉണ്ടാവും ഇവരുടെ പടം ഉണ്ട്. കൂർത്ത കൊമ്പ്, അതാണ് ഈ കൊമ്പിന്റെ ഇത്. പിന്നെ അത്ര വലിയ ഫ്രണ്ട്ലി ഒന്നുമല്ല. ഒരാളായിട്ട് അത്ര കട്ടക്ക് ഇതായാലും ഇടിക്കാനൊക്കെ വരും. പക്ഷെ അങ്ങനെ അങ്ങോട്ട് ഇത്ര തീവ്രമാക്കൂലെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരു രക്ഷയില്ല. എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ തല്ലി അല്ലെങ്കിൽ വടി എടുത്താലൊന്നും അതൊന്നും നടക്കില്ല. സ്നേഹിച്ച് ഇതുപോലെ മാന്തി പുറത്തേക്ക് കൊണ്ടുനടക്കാം. വലുതായ അല്ലെങ്കിൽ എന്താ ക്രോസ് ചെയ്യുന്ന സമയമായി കഴിഞ്ഞാൽ പുള്ളിക്ക് മേത്തേക്ക് കയറും. ഇഷ്ടമല്ല തിന്നണ സമയത്ത് തൊടണതോ അല്ലെങ്കിൽ ഒന്നും ചെയ്യണ ഇഷ്ടമല്ല. ഭയങ്കര സാധനം. പിന്നെ ഷേപ്പ് തന്നെ ഉണ്ടാ അറിയാം. അത് നമ്മളിപ്പോ തല പൊക്കി പിടിച്ചാലേ കാണാൻ പറ്റുള്ളൂ. നല്ല ഷേപ്പ് ആൾക്ക്. ഈ ജിമ്മിട്ട് പറയണേ ജിമ്മിന് പോണ ആൾക്കാരുടെ പോലെ. കുഞ്ഞുട്ടാന്ന് പേരിട്ടിട്ടുണ്ട്. ഇപ്പൊ എത്ര പ്രായമുണ്ടത്? ഇത് 1 വയസ്സായിട്ടുണ്ടാവും. 1 വയസ്സായിട്ടുണ്ട്. ഓക്കെ. ശരിക്കും ഇതിന്റെ ഒരു ഭംഗിയും ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് വളർത്തുന്നല്ലേ. അതിന്റെ കണ്ണൊക്കെ കണ്ടോ? കണ്ണൊക്കെ എഴുതിയ പോലെ ഇതിലുള്ളത് തന്നെയാണ് അതിലുള്ളത്. എന്റെ മെത്തിക്കറണതിനെ മസിൽമാനാണ് ആള്. ഇടി കൂടുന്നുണ്ടല്ലോ. ഭയങ്കര മേത്തേക്കേറും. എത്ര നാടൻ പശുക്കളുണ്ട് ചേട്ടന്? ഇപ്പോ മറ്റേ കാളക്കടാവ് ഉൾപ്പെടെ 13 ഉണ്ട്. 13 ഉണ്ടോ? ഉന്തിച്ചടിച്ചിട്ടുണ്ട്. എത്ര സ്നേഹിച്ചാലും അവർക്ക് ഇഷ്ടമല്ലാന്ന് തോന്നിയാ പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ എടുക്കാനും പറ്റില്ല. ഇവന് പേരിട്ടിട്ടുണ്ടോ? കർണൻ. ഈ കൊമ്പ് ഇനിയും വലുതാവാണ്ട്. കൊമ്പ് വലുതായാലാണ് ആളും നല്ല ഹൈറ്റിലേക്ക് വരുള്ളൂ. പിന്നെ അങ്ങനെ പൊക്കം വയ്ക്കണ ടൈപ്പ് അല്ലാന്ന് തോന്നുന്നു. തടിയനായിട്ട് ഇങ്ങനെ ഉരുണ്ടപ്പനായിട്ട് നിൽക്കുന്ന ടൈപ്പാണെന്ന് തോന്നുന്നു. വരണ്ട് അങ്ങോട്ട് നോക്കി. ഇതിനെ പിടിച്ചതിന് അതിന് ഇഷ്ടപ്പെട്ടില്ലാത്തോണ്ട് അങ്ങനെ ഭയങ്കര ഇതുള്ള ആളാ. തന്റെ യജമാനം വേറെ ഒരാളുടെ അടുത്ത് പോണ ഇഷ്ടമല്ല. നിനക്ക് തന്നു തന്നെ അവിടെ കൊടുത്തേ. വേറെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടോ? അത്രേ ഉള്ളൂ. അത് തന്നെ പിള്ളേരുടെ പോലെ തന്നെ. ഇപ്പൊ ഇവനേക്കാളും വലിയ ആളാണെന്ന് വിചാരിച്ചിട്ട് തോറ്റു മാറൊന്നുമില്ല. അവിടെ നിൽക്കും. ഇടിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ ആയിട്ടില്ല. അല്ല കുഞ്ഞുട്ടാ? നല്ല ബോഡി ഷേപ്പ് ആയിരിക്കും ഇവര് വലുതായി കഴിഞ്ഞാൽ. ഒരു 1.5 വയസ്സ് 2 വയസ്സാകുമ്പോ നല്ല ഷേപ്പാവും. ഈ പൂഞ്ഞൊക്കെ വലുതാവും. പിന്നെ എന്താ കൊണ്ട് കിടക്കണമെങ്കിൽ 2 മൂക്കേറ് അപ്പുറം ഇപ്പുറം ഉണ്ടാവും. ഇടിക്കരുതിട്ടാ, ഇടിക്കരുത്. ഉപദ്രവത്തെ തല്ലുള്ളൂ. ഇവരുടെ കുഴപ്പമെന്ന് വെച്ചാൽ ഇങ്ങനെ തൂക്കിയിട്ട് പൊക്കിയെടുത്ത് പുഷ് ചെയ്ത് കാട്ടിക്കളയാണ്. ആളെ ഫ്രണ്ടിൽ ഒരു സാധനം പാടില്ല പോണ വഴിക്ക്. കുഴപ്പമില്ല. നമ്മളെവിടെ വിളിച്ചാലും നമ്മുടെ കൂടെ പോരുകയും ചെയ്യും. വേറെ ഉപദ്രവങ്ങളൊന്നുമില്ല. ഒരുപാട് സന്തോഷം. മഴയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ കയറഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഒരു തുള്ളി ചാട്ടി ഒരു ഓട്ടോ ഉണ്ട്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒരു കയ്യും കാലൊക്കെ പൊക്കി ഒരു ഈച്ചി ഒരു ഓട്ടോ കൂടി ഒരു റൗണ്ടൊക്കെ അടിച്ച് എന്റെ അങ്ങനെ പോരും. ഇത് പള്ളിയിലെന്തോ ഈ ശാസ്ത്രം അങ്ങനെ എന്തോ പരിപാടിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതിന്റെ കള്ളാണ്. അപ്പൊ ഇതിനെ കെട്ടിയിട്ടിട്ട് അതിനെ ഇറക്കണ സമയത്ത് അത് കണ്ടിട്ട് എങ്ങനെയാണോ ഇത് ഓടിപ്പോയിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് ഇതിനെ കിട്ടിക്കഴിഞ്ഞപ്പോ അതിനെ ഇറക്കുന്ന ആൾക്കാരൊക്കെ നമ്മളറിയണ ആൾക്കാരാ. നമ്മളൊക്കെ ഞാനിങ്ങനെ പശുവിനെ വളർത്തുന്നത്. അപ്പൊ അതിനോട് പറഞ്ഞാ അങ്ങനെ ഒരു പശുവുണ്ട്, നല്ല കിടാവാന്നാണ് തോന്നണേ കണ്ടിട്ട്. നല്ല കിടാവാ, നീ വന്ന് നോക്കുന്നു. അങ്ങനെ അന്ന് 14,000 എടുത്താ. ചെറിയ കുട്ടിയായിരുന്നു. ഒരു 4-5 മാസം പ്രായം ഉണ്ടായില്ല. ഈ മൂക്ക് കുത്താൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ മൂക്ക് കുത്തി. അത് വലിയൊരു വിഷയമാണ്. മൂക്ക് കുത്തിയാൽ പിന്നെ ഈ അമ്മമാര് നമ്മളെ തടുക്കില്ല. പിന്നെ പോത്തുകളുണ്ട് 2. ഇതാണ് സിനിമാ നടി മറ്റേ
ഇവിടെ പുല്ലുവഴിയിൽ അവരുടെ ഒരു ഫാം ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിലാണ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി ബുക്ക് ചെയ്ത് കിട്ടിയതാണ്. ഞാനിപ്പോ ഈ പെരുന്നാളായതുകൊണ്ടേ എല്ലാത്തിന്റെ മൂക്കേറിമെന്ന് പിടിച്ചിട്ടേക്കായിരുന്നു. അപ്പൊ വേറെ ആരെങ്കിലും വലിയ കള്ളന്മാരെങ്ങാനും വന്ന് പിടിച്ചോണ്ട് പോയി വെച്ചിട്ട് മൂക്കേറില്ലെങ്കിൽ കൊണ്ടുപോയി ഭയങ്കര പണിയാ. വേറെ ഒരാൾ ചെന്ന് ഞാൻ പിടിച്ചാൽ കിട്ടില്ല. അതാ സഹിവാൾ എന്ന് പറഞ്ഞത് തന്നെ കേട്ടോ. അവള് 2.5 വയസ്സുണ്ടാവും. അത് കുഴൽമന്നത്തുനിന്ന് മറ്റേ നമ്മള് കാങ്കയത്തിന്റെ ഒരു കളക്കടാവിനെ കാണിച്ചില്ലേ, അതിനൊപ്പം പോയപ്പോ കിട്ടിയതാ. അപ്പൊ കണ്ടപ്പോ നല്ല അതിനാണെന്ന് തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ പൈസ എല്ലാം നോക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ തന്നെ മേടിച്ച് വണ്ടി കയറ്റി അങ്ങനെ കിട്ടിയതാണ് കാങ്കയ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അറുകത്തിൽ നിന്ന് രക്ഷിച്ച പ്രദീപേട്ടൻ്റെ പശുക്കളുടെ വിശേഷങ്ങളാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.